ബീഹാറിൽ 5 സീറ്റുകളിലേക്കാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി ഇടതു പാർട്ടികൾ മത്സരിക്കുന്നത്. നിതീഷ് കുമാർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇത്തവണ മാറ്റത്തിന്റെ അലയൊലികൾ ആഞ്ഞടിക്കുമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. ബീഹാറിലെ ആരാ മണ്ഡലത്തിൽ നിന്നും സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാറിൽ ഇടതുപക്ഷവും ബി.ജെ.പിയും നേർക്കുനേർ പോരാടുന്ന മണ്ഡലമാണ് ആരാ മണ്ഡലം. CPIM-ൽ നിയമസഭാംഗവും കർഷക നേതാവുമായ സുദാമ പ്രസാദാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി RK സിംഗാണ് BJP സ്ഥാനാർത്ഥി. बिल्कुल इस चुनाव में बहुत कठिन लड़ाई है. चुनाव आयोग पर आप भरोसा नहीं कर सकते. चुनाव में आप देख रहे हैं क्या क्या मॉडल निकल रहा है. आपने चंडीगढ़ मॉडल देखा, आपने सूरत मॉडल देखा. ഇടതുപക്ഷത്തിന് ശക്തമായ വളക്കൂറുള്ള മണ്ണാണ് ബീഹാറിലെ ആരാ മണ്ഡലം. ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലത്തിലും CPIM-ൽ 2 BJP. എന്നിട്ടും BJPയുടെ കേന്ദ്രമന്ത്രി കൂടിയായ RK സിംഗാണ് ആരാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ പ്രതിപക്ഷ പാർട്ടികളുടെ ഏകീകരണവും സിംഗിനോടുള്ള എതിർപ്പും ഇടതുപക്ഷ വിജയം എളുപ്പമാക്കുമെന്ന് കണക്കുകൂട്ടുന്നു. കർഷക രോഷവും തൊഴിലില്ലായ്മയും വികസന മുരടിപ്പും കണ്ടുമടുത്ത ജനങ്ങൾ ഇത്തവണ തനിക്ക് വിജയം നൽകുമെന്ന് ആരാ ലോക്സഭാ സ്ഥാനാർത്ഥിയും CPIM-ൽ നിയമസഭാംഗവുമായ സുദാമ പ്രസാദ്. खेती है हमारी जिले की. हम खेती को बचाने की लड़ाई लड़ रहे हैं, रोजगार बचाने की लड़ाई लड़ रहे हैं. हम भोजपुर के व्यवसाय को, व्यापार को बचाने की लड़ाई लड़ रहे हैं. जो शहरी गरीब है, ग्रामीण गरीब हैं, हम उनकी रोजी बचाने की लड़ाई लड़ रहे हैं. इसलिए हम मुद्दों की बात कर रहे हैं. मोदी जी जा रहे हैं और यहाँ के सांसद भी जा रहे हैं और इंडिया गठबंधन की सरकार बनेगी, पक्के तौर पर बनेगी, स्पष्ट बहुमत की सरकार बनेगी. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും കൈകോർത്തു മത്സരിക്കുന്ന ബീഹാറിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റം തന്നെയാണ് മണ്ഡലത്തിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരവും കർഷക പ്രതിഷേധങ്ങളും ജാതി വിവേചനവുമെല്ലാം ഈ തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സഖ്യം. ആമ്ര മണ്ഡലത്തിലെ റംന മൈതാനിൽ നിന്നും ക്യാമറമാൻ അതുൽ CS-നും ഡൊമിനിക് സാവിയയ്ക്കുമൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.